ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ ഒരു പൊടി, ഇത് കപ്പ നൂറാണ്. കപ്പ വാട്ടി, കപ്പ പൊളിച്ച് വാട്ടാൻ വേണ്ടി അരിഞ്ഞപ്പം നമുക്ക് കിട്ടിയ കഴുകിയപ്പോൾ കിട്ടിയ വെള്ളത്തിൽ നിന്ന് വെള്ളം ഊറി ഊറ്റിക്കളഞ്ഞ് വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ്. ഇതിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം. അരിഞ്ഞ കപ്പ നമ്മൾ ഒന്നുകൂടെ കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഈ കപ്പ കഴുകി വാരി ഇതിനകത്തോട്ടാക്കാം. കഴുകിയ വെള്ളത്തിൽ അതിൻ്റെ നൂറുണ്ട്, അതെടുത്താൽ നമുക്ക് പശമുക്കാനും അല്ലെങ്കിൽ പുട്ടുണ്ടാക്കാനും ഒക്കെ കൊള്ളാം. അതിനായിട്ട് ഈ വെള്ളം ഒന്ന് അരിച്ചൊഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഊറാൻ വെക്കാം. ഈ വെള്ളം നമുക്കിവിടെ ഊറാനായിട്ട് കരടൊന്നും വീഴാതെ അടച്ചു വയ്ക്കാം. കപ്പ വാട്ടിയപ്പോൾ കിട്ടിയ പിന്നെ രണ്ടാമത് കപ്പ അരിഞ്ഞിട്ട് കഴുകിയെടുത്തപ്പോൾ കിട്ടിയ പിന്നെ വെള്ളം ഊറി വന്ന നൂറാണിത്. ഇതിനകത്ത് കണ്ടോ നടുക്കൊരൽപ്പം ഇത് മണ്ണിൻ്റെ നിറമുണ്ട്, അത് ചെളിയാണ്, അത് നമ്മൾ കളഞ്ഞെടുക്കണം. അതിനിപ്പോൾ ചെയ്യാവുന്നത് ഇത് വീണ്ടും കലക്കിയിട്ട് ഒരു 2 ലെയർ തുണി വെച്ചിട്ട് നമ്മൾ ആദ്യം വെറുതെ അരിപ്പയ്ക്കകത്ത് ചായ അരിക്കുന്ന അരിപ്പയ്ക്കകത്ത് അരിച്ചത്, അപ്പോൾ കുറച്ച് മണ്ണും കൂടെ പോന്നു. ഇനി നമുക്ക് തനിപ്പൊടി കിട്ടണമെങ്കിൽ ഒരു 2 മടക്കിട്ട് തുണിക്കകത്തോടെ ഇതൊന്ന് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അരിച്ചെടുക്കണം. എന്നിട്ട് ഊറി അതിൻ്റെ പൊടിയെടുക്കാം. പാത്രം എടുത്തു. ഇനി അതിനകത്തേക്ക് ഒരു നല്ല വെള്ള തോർത്തിടുവാണ്. ഈ തോർത്തിൽ കൂടെ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന വെള്ളം, ഈ കപ്പ നൂറ് കലർന്ന വെള്ളം ഇതിനകത്തിട്ട് ഒഴിക്കണം. കണ്ടോ, ഇത് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ അത് ഊറി, അതിന് നല്ല വെയിറ്റ് ഉള്ളതാണ്, അതുകൊണ്ടത് പെട്ടെന്ന് തന്നെ അടിയിൽ ഊറും. നമ്മുടെ കപ്പ വാട്ടിയപ്പോൾ കിട്ടിയ പൊടി, ഈ വെള്ളം നമുക്ക് വീണ്ടും ഊറ്റിക്കളയാം. ഒന്ന് നോക്കി, നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി. ആ മണ്ണിൻ്റെ നിറവും ചെളി നിറവും എല്ലാം പോയി നല്ല അലക്കി നീലമുക്കി തേച്ച പോലെ. ഇനിയിപ്പം വെയിലത്ത് വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. പൊടി ഊറാൻ വെച്ചിട്ട് ആ വെള്ളം നമ്മൾ 2-3 പ്രാവശ്യം തെളിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം പല പ്രാവശ്യം ഊറ്റിക്കളയണം. അപ്പം നമുക്ക് നല്ല തെളിഞ്ഞ പൊടി കിട്ടും. ഇതങ്ങനെ തെളിഞ്ഞ പൊടി സൂക്ഷിച്ച് നോക്കിയാൽ ആ പാത്രത്തിൻ്റെ ചുവട്ടിലൊരു അപ്പം പോലെ വട്ടത്തിൽ കാണുന്നതാണ് അതിൻ്റെ പൊടി ഊറിയിരിക്കുന്നത്. ഇതിൻ്റെ മീതെ കണ്ട ഈ വെള്ളമുണ്ട്, ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയണം. ആ തെളിഞ്ഞ വെള്ളം ഊറ്റിക്കഴിയുമ്പം അതിൻ്റെ അടിയിൽ ഇതാണ് ഒരപ്പം പോലെ ഇരിക്കുന്നതാണ് പൊടി. ഇതിനി നമുക്കിത് 3-4 പ്രാവശ്യം ഊറ്റിയതാണ്. ഇതിനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി ഇതിനകത്ത് ജലാംശം കളഞ്ഞെടുത്താൽ കപ്പപ്പൊടി കിട്ടും. ഇത് കാണുന്നത് നമ്മൾ കപ്പയുടെ നൂറ് ഉണങ്ങാൻ വെച്ചതാണ്. കണ്ടോ, അത് ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെയിലത്ത് വെച്ചതാണ്. അതിൻ്റെ ഒരു ശകലം തള്ളത്തോട്ട് മാറ്റി വെച്ചിട്ടാണ്. പതുക്കെ വിണ്ട് കീറി തുടങ്ങിയിട്ടുണ്ട്, വെള്ളം പറ്റിയപ്പോഴത്തേനും. നല്ലോണം നോക്കിയാൽ കാണാം. ഇനി നമുക്ക് കറുത്ത ഒരു വര കാണുന്നത് ഇത് നമ്മൾ കപ്പയുടെ നൂറ്, അതായത് കപ്പയുടെ പൊടിയുള്ള പിന്നെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെയിലത്ത് ഉണങ്ങാൻ വെച്ചിരുന്ന വെള്ളം വലിഞ്ഞപ്പോൾ കണ്ടോ അതിലോരോ പാട് വരുന്നുണ്ട്. ഞാൻ പയ്യെ തൊട്ടാൽ കണ്ടോ പൊടി, നല്ല പൊടി. ഇനി ഈ പൊടി നമുക്ക് പൊട്ടിച്ചിട്ട് വീണ്ടും വെയിലത്ത് വെക്കാം. നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കണം. ഇത് കൊണ്ടുപോയി വീണ്ടും വെയിലത്ത് വെക്കാം നമുക്ക്. ഇവിടെ ഇരുന്ന് നന്നായിട്ട് ഉണങ്ങി വരട്ടെ.
നമ്മളിന്ന് പാത്രത്തിൽ വെയിലത്ത് വെച്ചിരിക്കുന്നത് കപ്പന്നൂറാണ് കേട്ടോ. കപ്പ വാട്ടിയപ്പോൾ കിട്ടിയ കഴുകിയ രണ്ടെണ്ണൻ്റെ കപ്പ കഴുകിയിട്ട് അരിഞ്ഞിട്ട് പൊട്ടിച്ച് ഇതുണ്ട്. ഇതിങ്ങനെ കൂവപ്പൊടി പോലെ കഷ്ണമായിട്ടാണ് കിടന്നത്. ഞാനത് ഉണങ്ങിക്കോട്ടെ എന്നോർത്ത് ഒന്നും കൂടി ഇതൊക്കെ ഒന്ന് പൊടിച്ചിട്ടതാണ്. ഇനി ഇത് നമുക്ക് സൂക്ഷിച്ചൊന്നും വെച്ചേക്കുന്നില്ല. ഇതും കൊണ്ട് നമുക്ക് വല്ല അടയുണ്ടാക്കാം. പുട്ടുണ്ടാക്കുമ്പോൾ കുമ്പത്തിൽ നിന്ന് കുത്തിച്ചടിക്കാൻ പാടായിരിക്കും. അപ്പോൾ സാധാരണ ഈ അതും കൊണ്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഉതിര ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ തുണി കലത്തിൻ്റെ വക്കയിൽ അല്ലെ അപ്പച്ചെമ്പിൻ്റെ വക്ക കെട്ടിയിട്ട് അതിനകത്താണ് നന്നായിട്ട് തേങ്ങയും ചേർത്തിട്ട് വാരിയിട്ട് പുഴുങ്ങുന്നത്. ഇന്നിപ്പം നമുക്ക് തേങ്ങ നന്നായിട്ട് തേങ്ങയും ചേർത്ത് വാഴയിലക്കകത്ത് ശർക്കരയും ചേർത്ത് അടയായിട്ട് ചുട്ടെടുക്കാം, പുഴുങ്ങിയെടുക്കാതെ. ഇതാണ് നമ്മൾ ഉണക്കി പെറുക്കിയെടുത്ത നമ്മുടെ കപ്പന്നൂറ്. അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കും. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ശകലം ഉണ്ടായിരുന്നു. എന്ത് പാടുപെട്ടുണ്ടാക്കിയതുകൊണ്ട് ഞാൻ അതോടെ എടുക്കുന്നുണ്ടോ. ഒരു 500 ഗ്രാം കൊള്ളുന്ന പാത്രമാണ്. അതിൻ്റെ പകുതി കപ്പന്നൂറിന് വെയിറ്റ് ഇല്ല. അപ്പോൾ ഇതൊരു 150 ഗ്രാം കാണുമായിരിക്കും അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് തൂക്കി നോക്കാം. നിങ്ങൾക്ക് കാണാമോ 200 ഗ്രാം. ഇപ്പം നമുക്ക് 200 ഗ്രാം കപ്പപ്പൊടി കിട്ടി. കപ്പപ്പൊടിയല്ല, ദിവസമായിട്ടുള്ള പരിപാടിയായിരുന്നു. ഒരാഴ്ച മിച്ചം പടുതിട്ട് കിട്ടിയതാണ് ഒരു 200 ഗ്രാം കപ്പന്നൂറ്. ഇത് കപ്പ കഴുകിയ വെള്ളത്തിൽ നിന്ന് കിട്ടിയ പൊടിയാണ്. ആ പൊടിയെ കട്ടൊക്കെ കളഞ്ഞ് പല പ്രാവശ്യം ഊറ്റിയെടുത്ത് കിട്ടിയതാണ്. ഇതുകൊണ്ട് നമുക്ക് അടയുണ്ടാക്കണം. എന്നാലും ഞാൻ അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങളെ. ഇനി നമുക്ക് ഇതും കൊണ്ട് സമയമുള്ളൊരു ദിവസം ഇച്ചിരി തേങ്ങയൊക്കെ ചേർത്ത് വാഴയില പരത്തി 2 അട ചുടാം.